എൻ്റെ പല്ല് ഇളകിപ്പോയി. ഇന്ന് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പല്ല് ഇളകി പാത്രത്തിൽ നിന്ന് കിടീം എന്നൊരു സൗണ്ട് കേട്ടു. എന്തോരം ജോലി ചെയ്തത് എൻ്റെ പൊന്ന്. കുട്ടിക്കാലം മുതൽ കിടന്ന് ജോലി ചെയ്യുക. ജോലി ചെയ്ത് ഒടുവിൽ അവിടുന്ന് കൊഴിഞ്ഞുപോയി, വിട ഇറങ്ങിപ്പോയി എന്നേക്കുമായി. എൻ്റെ പൊന്ന്, എൻ്റെ പൂമുത്തു. നിങ്ങളുടെ കാര്യം അങ്ങനെയൊക്കെയാണ്. എപ്പോൾ ആണെങ്കിലും പോകാം കേട്ടോ. എപ്പോഴായാലും വടിയാകുക മീൻസ് ജീവിതം തന്നെ വെടിഞ്ഞു പോവുക, ദേഹം ഉപേക്ഷിച്ച് പോകുക കേട്ടോ. നിങ്ങളിത് പോയി പല്ലിനെ പോലെയാ, ഏത് നിമിഷവും വേണമെങ്കിലും പോകാം. അതിന് പ്രത്യേക കാലമൊന്നുമില്ല. ഇത് പിന്നെ കുറേ നാൾ എൻ്റെ ഈ അണപ്പല്ലിൽ താഴേതിൽ ഇങ്ങനെ അടന്ന് കിടന്ന് അതെനിക്ക് കൃത്യമായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റാത്തത്. ഇനി ഇവിടുത്തെ ഒരു പല്ല് ഇങ്ങനെ ഇരിപ്പുണ്ട്, ഇവിടെ ഒരു പല്ല് അങ്ങോട്ട് കയറി ഇരിപ്പുണ്ട്, മേളത്തെ പല്ല് ഇങ്ങോട്ട് ഇരിപ്പുണ്ട്. അപ്പോഴേ ഈ പല്ലുമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ സായും പായും പൂവും കായും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല്ലിൻ്റെയൊക്കെ വിടവിൽ കൂടൊക്കെ അങ്ങ് പോകും. കണ്ട് എത്ര വർഷക്കാലം പണി ചെയ്തതാണ്. എല്ലാവരുടെയും കാര്യം ഇത്രയേ ഉള്ളൂ, ഈ പല്ലിനെ പോലെ മാത്രമേ ഉള്ളൂ. അതൊക്കെ പോട്ടെ പൊന്നെ, നീ ഇവിടെ ഇരിക്കുക. നിന്നെ എന്തോരം ഞാൻ കളയത്തില്ല. നിനക്കറിയാമല്ലോ എൻ്റെ രീതി അറിയാമല്ലോ. നീ കളയത്തില്ല. ഒന്നാം പല്ലിരിപ്പുണ്ട്, രണ്ടാം പല്ലിരിപ്പുണ്ട്, മൂന്നാം പല്ലിരിപ്പ്, ഇത് നാലാമത്തെ പല്ലെങ്ങാണ്ടാന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാലും ഇരിക്കട്ടെ.